അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ എടുത്തേക്കണം. എല്ലുള്ളത് കൊണ്ട് ഉണ്ടാക്കാം. അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒരു അരമണിക്കൂർ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടത്. അതിനുശേഷം കുറച്ച് എണ്ണ എടുക്കുക, കുറച്ചല്ല കുറച്ച് കൂടുതൽ തന്നെ വേണം. നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. നല്ലെണ്ണയിൽ നമ്മൾക്കിത് എല്ലാം വറുത്ത് കോരി സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതേ നല്ലെണ്ണ തന്നെ വറുത്ത് കോരിയേണ്ട എണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതേ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുക് പൊട്ടിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത് വെച്ചാൽ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ മൂക്കണം, അല്ലെങ്കിൽ വേഗം കേടായിപ്പോവും. അതേ എണ്ണയിലോട്ട് നമുക്ക് കുറച്ചല്ല ഒരു 3 സ്പൂൺ കായപ്പൊടി ഇടാം. കായപ്പൊടീൻ്റെ കൂടെ ഒരു 3 കപ്പ് മുളക് പൊടി ഇടാം. പിന്നെ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അച്ചാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കാം. ഇത് നമുക്ക് ഒരു 6 മാസമെങ്കിലും കേടാതെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു.